തീരുമാനിച്ചത്. ഇന്നത്തെ വ്യക്തിപരമായ കാര്യങ്ങളല്ല, തീരുമാനിക്കുന്ന സമയത്ത് കുടുംബവും പാർട്ടിയൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. പണ്ട് നമ്മളെ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൈപ്പ് ആയിരുന്നു കേട്ടോ. 2010-15 നമ്മൾ പോകുമ്പോൾ കണ്ടില്ലെങ്കിൽ ചോദിക്കും. ഒരു 3-4 ദിവസം കണ്ടു ചോദിക്കും, എന്ത് കൗൺസിലറെ കണ്ടില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്ന് അതല്ല. ബഹുമാനപ്പെട്ട മേയർ, സഹ കൗൺസിലർമാർ, ആദ്യമേ തന്നെ നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ റിനോയെ, അനലിനെ ഓർക്കുകയാണ്. മറ്റുള്ളവരെല്ലാം രോഗം ബാധിച്ചാണ് മരിച്ചതെങ്കിലും റിനോയ്ക്കും അസുഖമായിരുന്നെങ്കിലും റിനോയുടെ കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അനലിന്റെ കുടുംബവും ഒക്കെ പ്രാരാബ്ധം ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ്. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് അറിയാമോ എന്ന് അറിയില്ല. റിനോയുടെ വൈഫിന്റെ മുഖം കാണുമ്പോഴൊക്കെ വീണ്ടും അങ്ങോട്ട് റിനോയായിരിക്കുന്ന സീറ്റിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള കൗൺസിലർമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹകരിക്കുക. എല്ലാവരും പരസ്പരം അത് ഒന്ന് ഓർക്കുക. നമ്മൾ പലപ്പോഴും പല കമ്മിറ്റികളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും രാഷ്ട്രീയം കണ്ടുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു മനോഭാവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം വാസ്തവത്തില് ഈ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി പിരിയേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്ന് പലരും സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലതൊക്കെ പറഞ്ഞു പോകാതിരിക്കാൻ നിവർത്തിയില്ല. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാം ഭരണപക്ഷം ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ടും 100% കറക്റ്റാണ്, മറ്റുള്ളവർ പറയുന്നത് ചെയ്യുന്നതൊന്നും എല്ലാം തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിലെ സെക്രട്ടേറിയറ്റ് നടയും നിയമസഭയും ഒക്കെ ഒന്ന് ഓർത്തു പോയാൽ നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏത് പ്രതിപക്ഷമായാലും എല്ലാവർക്കും എല്ലാവരുടെ വാർഡിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിറവേറിയില്ല എങ്കിൽ സംസാരിക്കാനുള്ള ഒരു വേദി തന്നെയാണ് ഈ കൗൺസിൽ. അവിടെ സംസാരിച്ച് തന്നെ പോകും, സംസാരിക്കണം. അതാണ് ഏതൊരു കൗൺസിലറിന്റെയും ഉത്തരവാദിത്വം. നിങ്ങൾ ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും, സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലർമാർ പോലും പലപ്പോഴും അവർക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ പലതും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. വാസ്തവത്തിൽ എനിക്ക് ഇന്ന് 2010-15 2020-25 ഞാൻ കൗൺസിലറായിരുന്നു. 2010-15 അശോക് കുമാർ സാറ്, പപ്പണ്ണൻ, നമ്മുടെ രായണ്ണൻ, ഇങ്ങനെ നമ്മളൊരു ടീം, ശ്യാമ, വനജ, ഇങ്ങനെ ഒരു ഏകദേശം ഉള്ളവര്, ഷാഹിദൊക്കെ ഉണ്ടായിരുന്നു, സലീമ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചാൽ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൗൺസിലായിരുന്നു 2010-15. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേര വരെ എടുത്തു മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട് കൗൺസിലർമാർ തമ്മിൽ. പക്ഷേ അത് അവിടെ വെച്ച് തീരുമായിരുന്നു. ഇതിപ്പോ അങ്ങനെ അല്ലായിരുന്നു. തീർച്ചയായിട്ടും അതിന് നേരെ വിപരീതമായിട്ട് രാഷ്ട്രീയമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. പലതും നമ്മൾ കൗൺസിലിൽ പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു കാണുമ്പോഴത്തേക്കും മുഖം എത്രത്തോളം വീർപ്പിച്ചു വെക്കാൻ പറ്റും, പിന്നെ നമ്മൾ എന്തൊക്കെ പറയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന കൗൺസിലായിരുന്നു. വാസ്തവത്തിൽ ഈ അന്ന് 2010-15 കൗൺസിലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു വിഷമം ഉണ്ടായിരുന്നു ഇറങ്ങി പോകുന്നതിന്. കാരണം അത്രയ്ക്ക് കൂട്ടായിരുന്നു. ഇവിടെ ഓരോ ഓണപരിപാടി വരുമ്പോഴും 6-7 മണി വരെ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. അത്രത്തോളം പ്രാക്ടീസ് ഇങ്ങനെ ഭയങ്കര ലൈവായിരുന്നു. ഇപ്പോ എന്തായിരുന്നു എന്ന് എല്ലാവരും ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അപ്പോ പക്ഷേ അല്ല, നിങ്ങളായിട്ട് പറഞ്ഞു വെച്ചതല്ലേ, പറയുമ്പോ തിരിച്ചു പറയണമല്ല. ഓക്കെ, നിങ്ങൾ പറയുമ്പോ എല്ലാം കേട്ടിരിക്കുക, മറ്റുള്ളവർ പറയുമ്പോൾ അത് പറഞ്ഞു പോകുക എന്ന് പറയുന്നത് അത് ശരിയല്ല. ശരിയും ഇനിയെങ്കിലും അതൊക്കെ നിർത്തണം. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങും. ഞാൻ എല്ലാവരെ കണ്ടു കഴിഞ്ഞാലും മിണ്ടും, വഴിയെ വിളിച്ചാണ് സംസാരിക്കാറുള്ളത്, ഓരോരുത്തരെയും പിടിച്ച്. അത് ഏത് പാർട്ടിക്കാരായാലും എനിക്ക് എല്ലാ പാർട്ടിക്കാരുമായിട്ട് കൂട്ടാണ്. അത് എന്റെ വാർഡിലായാലും ശരി തന്നെ, അങ്ങനെ തന്നെയാണ്. എല്ലാവരും വഴിയെ പോകുന്നവരെ ഞാൻ വണ്ടി നിർത്തി കണ്ട് വിളിച്ച് എവിടെ പോകും ചോദിച്ചിട്ട് പോകും. ആ ഒരു പ്രകൃതമാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അങ്ങനെ ആകണം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വാർഡിലുള്ളവർക്ക് വേണ്ടി. അതിൽ നിന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമില്ല, ഒരു ഡെപ്യൂട്ടി മേയറുമില്ല, ആരുമില്ല. നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി പെരുമാറാൻ ഇനിയെങ്കിലും വരുന്നവര് ശ്രമിക്കുക.
അപ്പൊ അങ്ങനെ ആയാൽ മാത്രമേ നമ്മള് ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ 100% സക്സസ് ആയി എന്ന്. VS മരിച്ചപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എന്റെ വാർഡിലാണ് VS മരിച്ചത്. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആത്മാർത്ഥതയോട് ഞാനാണ്. കാരണം എന്റെ വാർഡിലെ നേതാവാണ് മരിച്ചത്. അത് ആരായാലും ഏത് വ്യക്തിയായാലും നേതാവ് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ രാഷ്ട്രീയം കണക്കെടുക്കുക. അതുപോലെ ആയിരിക്കണം മറ്റുള്ളവരെന്ന് എന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ ആകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും നമ്മുടെ ഒരു 5 വർഷക്കാലം നമ്മൾ എല്ലാവരും പരസ്പരം കണ്ടു. പിന്നെ ചിലവരെ ഇടയ്ക്ക് വെച്ച് ഇല്ലാതെ മറ്റും മരണപ്പെട്ടപ്പോഴത്തേക്ക് വന്നതാണ്. പിന്നെ രാജിവെച്ച ഒരാൾ പോയപ്പോ പകരം ആള് അതിന് വന്നില്ല. കഴക്കൂട്ടത്ത് പകരം നമ്മുടെ സഹപ്രവർത്തകയായിരുന്ന ആളിവിടെ ഇരിപ്പുണ്ട്. എല്ലാവരെയും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേരത്തെ ആരൊക്കെ പറഞ്ഞു പോയതുപോലെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുക, ഒന്നുമില്ലെങ്കിൽ സുഖമാണോന്ന് ചോദിക്കുക. നമ്മളെ ഒപ്പമുള്ള പലർക്കും ഇനി ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. സത്യം അനുഭവമാണ്. 2010-15 അനുഭവമാണ്. ഞാൻ പോയിട്ടുണ്ട്. LDF-ലുള്ള ഒരു വനിതയ്ക്ക് വേണ്ടി ജോലിക്ക് അന്വേഷിച്ച് ഞാൻ പോയിട്ടുണ്ട് അവരെയും കൊണ്ട്. അതാരെന്ന് സലീമിനൊക്കെ അറിയാം. കാരണം സലീമൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്. പോയപ്പോൾ പോലും ജോലി കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോ അതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ പരസ്പരം ഒന്ന് സഹായിക്കുക. അത് പണ്ട് നമ്മൾ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൈപ്പ് ആയിരുന്നു കേട്ടോ. 2010-15 നമ്മൾ കണ്ടില്ലെങ്കിൽ ചോദിക്കും. ഒരു 3-4 ദിവസം കണ്ടു ചോദിക്കും, എന്ത് കൗൺസിലറെ കണ്ടില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്ന് അതല്ല, ഇങ്ങനെയല്ല. വന്നില്ല, ഓ സമാധാനം, ഈ തൊല്ല വന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന അവസ്ഥയാണെന്ന്. അപ്പോ അതൊക്കെ മാറ്റുന്ന ഒരു കൗൺസിലാകട്ടെ അടുത്തത് എന്ന് എല്ലാവരോടും ഒരു അഭ്യർത്ഥന കൂടെയാണ്. ഇന്ന് വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. ഈശ്വരനോട് ഈ ഒരു അവസരം ഈശ്വരൻ എനിക്ക് നൽകിയതിനും ഈശ്വരനോടും നന്ദി. എല്ലാവരോടും എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ സെക്രട്ടറിയെ ഞാൻ വാട്ടർ അതോറിറ്റിയിൽ കാണാൻ പോയപ്പോൾ ഈ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നു. എനിക്ക് അവിടെ ഉള്ള ഒരു പ്രശ്നം നേരിട്ട് പോയി കണ്ടു പറഞ്ഞപ്പോ അപ്പൊ തന്നെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിന് സെക്രട്ടറിയോട് താങ്ക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി നമ്മള് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അഥവാ മീറ്റിംഗിലാണെങ്കിൽ ഉടനെ ഐ വിൽ കോൾ യു ബാക്ക് എന്നൊരു മെസ്സേജ് ഇടും. അതുപോലെ തീർച്ചയായിട്ടും വോയിസ് ഇട്ടാൽ മതി, കൗൺസിലറെ കൃത്യമായിട്ട് മറുപടി തരുന്ന നല്ലൊരു സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ചെയ്യാനായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി പലപ്പോഴും മേയറിന്റെ അഭാവത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഞാൻ സെക്രട്ടറിയുമായിട്ടാണ് സംസാരിക്കാറ്. മേയറിനെ വിളിക്കുമ്പോൾ കിട്ടാറില്ല, സെക്രട്ടറിയെ വിളിക്കും. അപ്പോഴൊക്കെ കൃത്യമായിട്ടുമുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതിനും പ്രത്യേകിച്ച് സെക്രട്ടറിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ ഉണ്ട് നമ്മുടെ മൈക്ക് ചേട്ടനും ഒക്കെ അല്ലേ, നമ്മൾ അവിടെ ഈ സമയത്തൊക്കെ ഇരുന്ന് വെറുതെ പറയുന്നതാണ് കേട്ടോ. നിങ്ങളെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു തരുന്നവര്, മൈക്ക് കൊണ്ട് തരുന്നവര്, ഇവിടുത്തെ സാർജന്റുമാര്, നേരത്തെ പോയ സാർജന്റുമാര്, എല്ലാവർക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർക്ക് എല്ലാവർക്കും താങ്ക് യു.